ഹായ് ഹലോ. ക്രിസ്മസ് ഇങ്ങ് എത്താറായി. പുൽക്കൂടൊക്കെ ഒരുക്കണ്ടേ? അപ്പോൾ ഞങ്ങളിതാ പുനലൂർ റിയൽ ബസാറിൽ പോയിട്ട് ഒരു പുൽക്കൂടൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ. ഈ കാണുന്നത് പോലെ വേണം പുൽക്കൂട് സെറ്റ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സ്ക്രൂ ഒക്കെ തന്നിട്ടുണ്ട്. അത് സെറ്റ് ചെയ്യാനായിട്ടുള്ളതാണേ. ഇത് വരുന്നത് ഫ്രണ്ട് പോർഷനാണ്. അതിൻ്റെ മുകളിലായിട്ട് വരുന്ന മേൽക്കൂരയാണെങ്കിൽ കച്ചിയൊക്കെ വെച്ചിട്ട് സ്റ്റാപ്ലെയർ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ബാക്ക് പോർഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് അടിയിലത്തെ പോർഷനും 2 സൈഡിലായിട്ട് വെക്കാനുള്ള കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ 2 പീസ് കൂടി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ടേബിളിൻ്റെ മുകളിലൂടെ വിരിച്ചിരുന്ന തുണീൻ്റെ മുകളിലായിട്ട് ഒരു പച്ച തുണി കൂടി വിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു പച്ച വല വിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പുൽക്കൂട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മേൽക്കൂരയുടെ മുകളിലൂടെയും ഒരു ചെറിയ പീസ് പച്ചവല വിരിച്ചു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ട്രീ ഒന്ന് എടുത്ത പൊടി ചട്ടി മിനുക്കി എടുത്തിട്ടുണ്ട്. കിച്ചൂസ് കട്ടയ്ക്ക് തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനൊക്കെ കൂടെ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു മിക്കവാറും ഇതെല്ലാം തൂക്കിയെടുത്ത് മുറ്റത്ത് കളയുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. കിച്ചൂസിൻ്റെ കൂടെ ചേച്ചി കൂടി വന്നിട്ടുണ്ട് ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ. അവർ രണ്ടുപേരും കൂടെ ട്രീയുടെ പരിപാടിയെല്ലാം കെങ്കേമമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ വയലിൽ പോയി ചീനിക്കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് മുറ്റത്ത് 4 കുഴി ഒഴിക്കും. ഈ ചീനിക്കമ്പുകളെ നമ്മൾ ആ കുഴിയിൽ വെച്ചിട്ട് 4 തൂണുകളാക്കും. തൂണുകളുടെ മുകളിലായിട്ട് നമ്മൾ ഒരു ചെറിയ വീടിൻ്റെ രീതിയിൽ മേൽക്കൂര പോലെ പണിതെടുക്കും. ഉച്ചയ്ക്ക് പകരമായിട്ട് നമ്മളെ കാക്കണപ്പുല്ലിൻ്റെ പുല്ല് കൊണ്ടുവന്നിട്ട് മുകളിൽ മേൽക്കൂരയിലും അടിയിലും എല്ലാം നമ്മൾ വിരിക്കാനായിട്ട് ആ കാക്കണപ്പുല്ലാണ് ഉപയോഗിക്കുന്നത്. പുൽക്കൂടിനകത്ത് വെക്കാനായിട്ട് ഉണ്ണിയേശു കിടക്കുന്ന ഒരു ക്രിസ്മസ് കാർഡായിരിക്കും വെക്കുന്നത്. ബിംബങ്ങളോടുള്ള കൊതി കാരണം ഞങ്ങൾ മണ്ണ് കൊണ്ട് വരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ശരിയായിട്ട് വന്നിട്ടില്ലായിരുന്നേ. ഈ പുൽക്കൂടിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് ബിംബങ്ങളും തന്നിട്ടുണ്ട്. എങ്ങും തട്ടിയും മുട്ടിയും പൊട്ടിപ്പോകാതിരിക്കാൻ നല്ല വൃത്തിക്ക് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഞാൻ എന്താഗ്രഹിച്ചിട്ടുണ്ടെന്നോ, ഇതേപോലൊരു പുൽക്കൂടും ഇങ്ങനെ ബിംബങ്ങളും ഇതേപോലൊരു പുൽക്കൂട് സെറ്റായിരുന്നു എൻ്റെ മനസ്സിൽ പണ്ടത്തെ ആഗ്രഹം. പക്ഷെ ഇപ്പോഴാണ് അത് സാധിക്കുന്നതേ. ഉരുളൻ കല്ലുകളൊക്കെ നമ്മൾ മുറ്റത്തു നിന്ന് പറക്കിയതാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ പുൽക്കൂട് ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണണം കേട്ടോ. ഇന്ന് നമുക്ക് പുൽക്കൂടിനകത്ത് വെക്കാൻ ബിംബങ്ങളൊന്നും ഇല്ലാത്ത കാരണം കടയിൽ പോയി പ്രിൻ്റ് എടുത്തിട്ട് അത് വെട്ടി ഒട്ടിച്ചിട്ടാണ് വെച്ചിരുന്നത്. ഇതിൽ വെച്ചിരിക്കുന്ന കിണർ നമ്മൾ പേപ്പർ ഗ്ലാസും പേപ്പർ സ്റ്റിക്കും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്രവും നമ്മൾ പേപ്പർ ഗ്ലാസ് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടുമൊക്കെ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.